ഇത്രയാണ് നമ്മുടെ മെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ മൈക്രോസ്പോറിൻ്റെ വോൾ ലെയേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൈക്രോസ്പോർ ടെട്രാഡുകൾ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറണേന്ന് പറഞ്ഞു. ആ മൈക്രോസ്പോർ ടെട്രാഡുകളാണ് നമ്മൾ പറഞ്ഞ പോളൻ ടെട്രാഡുകൾ. ഈ പോളൻ ടെട്രാഡുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡുകൾ അല്ലെങ്കിൽ മൈക്രോസ്പോർ എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിനായിട്ട്, ഒരു മെച്യൂർഡ് പോളൻ ഗ്രെയിനായിട്ട് മാറുന്നത്? സോ പോളൻ ഗ്രെയിൻ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജുകളിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെ ചേഞ്ചസുകളാണ്? സോ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ മൈക്രോസ്പോർ ആവണതിന് മുമ്പുള്ള സ്റ്റേജ്, അതിൽ ന്യൂക്ലിയസ്, വാക്യൂൾസ്, അതർ സെല്ലുലാർ കണ്ടൻസ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റേജിൽ എസിമെട്രിക്കൽ സ്പിൻഡിൽ ഷേപ്പുള്ള ന്യൂക്ലിയസും വാക്യൂളായിട്ട് മാറും. പിന്നീട് അത് ഫൈനലി ഒരു പോളൻ ഗ്രെയിൻ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. പോളൻ ഗ്രെയിൻ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് 2 സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു പോളൻ ഗ്രെയിൻ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന 2 സെല്ലുകളാണ് വെജിറ്റേറ്റീവ് സെൽ. ഇത്രയും ഭാഗമാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് സെല്ല്, ഈ താഴത്തെ ഭാഗമാണ് അതിൻ്റെ ജനറേറ്റീവ് സെൽ. സോ ഒരു പോളൻ ഗ്രെയിൻ മെച്യൂർ ആയി കഴിഞ്ഞാൽ അതിൽ 2 ടൈപ്പ് സെല്ലുകളായിട്ട് നമുക്ക് കാണപ്പെടും. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല്, 2 ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ല് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം എന്താണ്, വലിയ സൈസാണ്, ബിഗ്ഗർ സൈസാണ് വെജിറ്റേറ്റീവ് സെല്ല്. ഇതിൽ ഒരുപാട് ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ പോളൻ ഗ്രെയിന് അല്ലെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് നറിഷ്മെൻറ്റ് കൊടുക്കണം ഫുഡ് റിസർവുകൾ ഈ വെജിറ്റേറ്റീവ് സെല്ല് കാണാം. അത് വലിയ സെല്ലായിരിക്കും, ബിഗ്ഗർ സെല്ലായിരിക്കും വെജിറ്റേറ്റീവ് സെൽ. ഫുഡ് റിസർവ് എബണ്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണാൻ പറ്റും. അതിൽ ന്യൂക്ലിയസിന് പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും വെജിറ്റേറ്റീവ് സെല്ല്, ഒരു പോളൻ ഗ്രെയിൻ മെച്യൂറായിട്ട് കാണുന്ന വെജിറ്റേറ്റീവ് സെല്ല്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെല്ല്, അതിൽ കാണുന്ന രണ്ടാമത്തെ സെല്ലാണ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചെറുതാണ്. വെജിറ്റേറ്റീവ് സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ജനറേറ്റീവ് സെല്ല് ചെറുതാണ്, സ്മോളാണ്. പിന്നെ അതിൻ്റെ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിരിക്കും ജനറേറ്റീവ് സെൽ. അതിൽ ഡെൻസായിട്ട് നല്ല കട്ടിയുള്ള ഒരു സൈറ്റോപ്ലാസം കാണാൻ പറ്റും, അതുപോലെ ന്യൂക്ലിയസും കാണാൻ പറ്റും. സോ ഒരു പോളൻ ഗ്രെയിൻ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ കാണപ്പെടുന്ന 2 സെല്ലുകളാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ല് ലാർജ് ആയിരിക്കും, എബണ്ടൻറ്റ് ഫുഡ് റിസർവ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇറഗുലർലി ഷേപ്പ്ഡ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ചെറിയ സെല്ലാണ് അതിൽ കാണുന്നത് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെല്ലാണെന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിരിക്കും, അതിൽ സൈറ്റോപ്ലാസം ഡെൻസ് ആയിട്ടുണ്ടായിരിക്കും, അതുപോലെ ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. ഇതാണ് സ്ട്രക്ചർ. ഈ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെല്ല് 2 സെല്ലുകളായിട്ട് നമുക്ക് പറയാം 2 സെൽഡ് സ്റ്റേജ്. സോ പോളൻ ഗ്രെയിൻ മെച്യൂർ ആകുമ്പോൾ കാണുന്ന സ്റ്റേജാണ് 2 സെൽഡ് സ്റ്റേജ്. നമ്മളൊരു പോളൻ ഗ്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തര ഡെഹിസ് ഔട്ട് ചെയ്ത് പോളൻ ഗ്രെയിനായിട്ട് വരുമ്പോൾ മെജോറിറ്റി ഒരു 60% ആൻജിയോസ്പേമിലും ഒരു 60% ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻ ഡെഹിസ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആന്തര ഡെഹിസ് ഔട്ട് ചെയ്ത് പോളൻ ഗ്രെയിനായിട്ട് വരുമ്പോൾ ഈ സ്റ്റേജിലാണ്. ഏത് സ്റ്റേജിൽ? 2 സെൽഡ് സ്റ്റേജിലായിരിക്കും അത് പുറത്ത് വരിക. 2 സെൽഡ് സ്റ്റേജ്. സോ മെജോറിറ്റി 60% ആൻജിയോസ്പേമിലും 2 സെൽഡ് വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽ സ്റ്റേജിലാണ് അത് ഡെഹിസ് ഔട്ട് ചെയ്ത് പുറത്ത് വരിക. പിന്നെ നമ്മുടെ ജനറേറ്റീവ് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഈ വെജിറ്റേറ്റീവ് സെല്ലിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. സോ ഇത്രയും വലിയ വെജിറ്റേറ്റീവ് സെല്ല് ഫ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ജനറേറ്റീവ് സെല്ല് കാണാം. ഇനി 60% ഈ സെൽ 2 സെല്ലായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ റിമൈനിങ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? നമ്മുടെ 40%. റിമൈനിങ് 40% ആൻജിയോസ്പേമിലും ഈ കാണുന്ന ജനറേറ്റീവ് സെൽ, നമ്മുടെ ചെറിയ ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്തു. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 2 മെയിൽ ഗാമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. 2 മെയിൽ ഗാമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ പോളൻ ഗ്രെയിനായിട്ട് പുറത്ത് വരുമ്പോൾ 2 മെയിൽ ഗാമറ്റോട് കൂടിയിട്ടായിരിക്കും റിമൈനിങ് 40% ഓഫ് ആൻജിയോസ്പേമിലും പുറത്തേക്ക് വരേണ്ടത്. സോ 60%ലും വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ എന്ന രൂപത്തിലാണ് പുറത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 40% ആൻജിയോസ്പേമിലും അത് പുറത്ത് വരുന്നത് ഈ ജനറേറ്റീവ് സെൽ ഒന്നും കൂടി മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഡിവൈഡ് ചെയ്ത് അത് വീണ്ടും 2 മെയിൽ ഗാമറ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് 3 സെൽഡ് സ്റ്റേജാണ്. 40%ൽ അതിനെ 3 സെൽഡ് സ്റ്റേജ് എന്നാണ് പറയാം. 40% ഓഫ് ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻ പുറത്ത് വരുന്നത് പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുമ്പോൾ ഏത് സെല്ല് സ്റ്റേജിലായിരിക്കും? 3 സെൽഡിൽ. 60%ലും അത് 2 സെൽഡ് സ്റ്റേജായിട്ടും പറയും.
ഇനി നമ്മുടെ പോളൻ ഗ്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൈബിസ്കസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ചെമ്പരത്തി അല്ലെങ്കിൽ ഏത് ഫ്ലവർ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും യെല്ലോ കളർ പൗഡറി ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ സ്റ്റിക്കി ആയിട്ട് അങ്ങനത്തെ സബ്സ്റ്റൻസുകളാണ് നമ്മുടെ പറഞ്ഞ പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിനെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിലെടുത്ത് നമ്മൾ ഗ്ലാസ് സ്ലൈഡിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി സൈസ് കളർ ഷേപ്പ് അത്രയും ആർക്കിടെക്ചറലായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളിലുള്ള പോളൻ ഗ്രെയിൻസുകൾ നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റും. ഇനി പറയുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ്റെ പ്രത്യേകത, പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ചില ആൾക്കാർക്കൊക്കെ ചില ഫ്ലേവർ ഒന്ന് സ്മെല്ല് ചെയ്താൽ തന്നെ സ്നീസ് ചെയ്യാൻ തുടങ്ങും. അത് ചിലർക്ക് അലർജിക് പ്രോബ്ലം. ബട്ട് ചില പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻ ഹൈലി അലർജിക് ആണ്. ചില സം സ്പീഷീസ് ഓഫ് പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് അലർജി ക്രിയേറ്റ് ചെയ്യും. എസ്പെഷ്യലി നമുക്ക് ബ്രോങ്കൈൽ ഡിസീസുകൾ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ഡിസീസുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് എന്നീ ഡിസീസിനൊക്കെ കാരണമാകും ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻ. സോ അതുപോലെ നല്ല ഒരുപാട് അലർജി തരുന്ന ക്രോണിക്കായിട്ട് അലർജി തരുന്ന ഒരു പോളൻ ഗ്രെയിൻ ആണ് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ പേരാണ് പാർത്തീനിയം. അതിൻ്റെ പേരാണ് പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്യാസ്. പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ്. ഈ പറഞ്ഞ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻ ഹൈലി അലർജിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്, വീറ്റിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു കണ്ടാമിനൻ്റാണ്, നമുക്ക് ആവശ്യമില്ലാത്തതിനെയാണ് നമ്മൾ കണ്ടാമിനൻ്റ് പറയും. അപ്പോൾ കണ്ടാമിനൻ്റ് ആയിട്ടാണ് നമ്മുടെ പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് ഇന്ത്യയിലേക്ക് വീറ്റ് പ്ലാന്റ്സുകളെ കൊണ്ടുവരുമ്പോൾ അത് ഇമ്പോർട്ടഡ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇതാണെങ്കിൽ പെട്ടെന്ന് വൈഡ് സ്പ്രെഡായിട്ട് ഒരുപാട് നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് അലർജി, ഇതിനാണ് നമ്മൾ പോളൻ മൂലമുണ്ടാകുന്ന അലർജി എന്ന്. അപ്പോൾ പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ് പോലെയുള്ള ചെടികളുടെ പോളൻ ഗ്രെയിൻസ് ഹൈലി അലർജിക്ക് കാരണം, എസ്പെഷ്യലി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകൾക്ക് കാരണമാകും. ഇനി നമുക്ക് പോളൻ ഗ്രെയിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആയിരിക്കും. ഒരുപാട് ന്യൂട്രിയൻസ് പോളൻ ഗ്രെയിനിൽ ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ പോളൻ ഗ്രെയിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ പോളൻ ഗ്രെയിൻ്റെ ടാബ്ലറ്റുകൾ സിറപ്പുകളൊക്കെ കൺസ്യൂം ചെയ്യണതാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രിയിൽ പോളൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ടാബ്ലറ്റ് ഫോമിലും സിറപ്പ് ഫോമിലൊക്കെ കൺസ്യൂം ചെയ്യണം. ബിക്കോസ് ഹൈലി ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് വളരെ നല്ലതാണ് പോളൻ ഗ്രെയിൻസ്. ഇനി നമ്മുടെ അത്ലറ്റിക് പേഴ്സൺസ് അല്ലെങ്കിൽ ഹോഴ്സ് റേസേഴ്സിനൊക്കെ ഈ പോളൻ ഗ്രെയിൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അവരുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് ഈ പോളൻ ഗ്രെയിൻ ഇവർ യൂസ് ചെയ്യാറുണ്ട്. അത്ലറ്റിക് പേഴ്സൺസും ഹോഴ്സ് റേസേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പോളൻ ഗ്രെയിൻ്റെ അഡ്വാൻറ്റേജസ്.